നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഗുണ്ടാമാഫിയ ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വിവിധയിടങ്ങളിൽ പ്രകടനങ്ങളും യോഗങ്ങളും സംഘടിപ്പിച്ചു. കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. വിവിധ ദേവാലയങ്ങളിൽ വിശുദ്ധ ദൈവമാതാവിന്റെ ജനനപ്പെരുന്നാൾ ആഘോഷങ്ങൾക്ക് തുടക്കം. ആർത്താഡ് സെന്റ് മേരീസ് കത്തീഡ്രലിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സന്ദർശനം നടത്തി. AD 52 വിശുദ്ധ തോമസ് ലേഹിയാൽ സ്ഥാപിതമായ ആർത്താഡ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിലേക്ക് വിശുദ്ധ ദൈവമാതാവിന്റെ ജനനപ്പെരുന്നാളിന്റെ ഭാഗമായിട്ടാണ് കേന്ദ്രമന്ത്രി എത്തിയത്. ഗുരുവായൂരിൽ റെക്കോർഡ് വിവാഹങ്ങൾ ഞായറാഴ്ച. ദേവസ്വം നേതൃത്വത്തിൽ വിപുലമായ ഒരുക്കങ്ങൾ. ഗതാഗത സംവിധാനത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാനായി NK അക്ബർ MLAയുടെ അധ്യക്ഷതയിൽ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നു. നാട് ഓണാഘോഷങ്ങളുടെ ആരവങ്ങളിലേക്ക്. വിവിധയിടങ്ങളിൽ ഓണവിപണികളുടെ ഉദ്ഘാടനവും പച്ചക്കറി കൃഷികളുടെ വിളവെടുപ്പും നടന്നു. വിനായക ചതുർത്ഥി ദിനമായ ചിത്തിരനാളിൽ ഗുരുവായൂർ ക്ഷേത്രനടയിൽ ഒരുക്കിയ താമരയിലിരിക്കുന്ന ഗണപതിയുടെ പൂക്കളം ശ്രദ്ധേയം. വാർത്തകൾ വിശദമായി. ഗുണ്ടാ മാഫിയ ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വിവിധയിടങ്ങളിൽ പ്രകടനങ്ങളും യോഗങ്ങളും സംഘടിപ്പിച്ചു. കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. വിശദാംശങ്ങളിലേക്ക്. യൂത്ത് കോൺഗ്രസ് കുന്നംകുളം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുന്നംകുളം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറുടെ ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. പ്രതിഷേധം ശക്തമായതോടെ പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചു. കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കി. യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് മഹേഷ് തിപ്പിലശ്ശേരി, നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി രേഷ്മ സതീഷ്, റോഷിദ് ഒഡാട്ട്, പ്രിയ സജീഷ്, ഹക്കീം MH, അജു നെല്ലുവായി, ശ്യാംജി ചിറ്റണ്ട, ഗോകുൽ ഗുരുവായൂർ ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മാർച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി നിഖിൽ കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസിന്റെ നിയോജകമണ്ഡലം പ്രസിഡന്റ് മഹേഷ് തിപ്പിലശ്ശേരി അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് രേഷ്മ സതീഷ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ്, മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K ജയശങ്കർ, മണ്ഡലം പ്രസിഡന്റ് തോമസ് എന്നിവർ സംസാരിച്ചു. ഭരണപക്ഷ MLA PV അൻവർ അദ്ദേഹത്തിൻ്റെ തന്നെ പാർട്ടിയുടെ, അദ്ദേഹത്തിൻ്റെ തന്നെ ഭരണകക്ഷിയുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ വലിയ വിവാദങ്ങൾ, വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അതിനൊരു മറുപടി പറയാനോ ആ വിഷയത്തിൽ തൻ്റെ മൗനം വെടിയാനോ തയ്യാറായിട്ടില്ല. ലാത്തി കൊണ്ട് അബിൻ വർക്കി എന്ന ഞങ്ങളുടെ നേതാവിനെ തലക്കടിച്ച് കൊലപ്പെടുത്താനാണ് ശ്രമിച്ചത്. പ്രിയങ്കരനായ രാഹുൽ മാങ്കൂട്ടത്തിനെ റിമാൻഡ് ചെയ്ത് ജയിലിൽ അടച്ചിരിക്കുകയാണ്. എന്താ ഇവരൊക്കെ ചെയ്ത തെറ്റ്? ചാവക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാവക്കാട് നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പ്രകടനത്തിന് ശേഷം മണ്ഡലം പ്രസിഡന്റ് KV യൂസുഫ് അലിയുടെ അധ്യക്ഷതയിൽ ചേർന്ന പ്രതിഷേധ യോഗം UDF കൺവീനർ KV ഷാനവാസ് ഉദ്ഘാടനം ചെയ്തു. ഷോബി ഫ്രാൻസിസ്, നവാസ് തെക്കുംപുറം, KS സന്ദീപ്, CK ബാലകൃഷ്ണൻ, AK മുഹമ്മദ് അലി, ഷുക്കൂർ കോന്നരത്ത്, KK ഹിരോഷ് എന്നിവർ സംസാരിച്ചു. ഇസഹാഖ് മണത്തല, RK നവാസ്, PK ഷക്കീർ, ഷാജി കലിങ്ങൽ, RV അബ്ദുൾ ജബ്ബാർ, വിശാഖ് വിശ്വനാഥൻ, NP അബ്ദുൾ ഗഫൂർ തുടങ്ങിയവർ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി. കോൺഗ്രസ് എളവള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിറ്റാട്ടുകര കിഴക്കേ ആലയിൽ നടന്ന പ്രതിഷേധ സമരം DCC അംഗം AT സ്റ്റീഫൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. സർക്കാരിനെതിരെ ഭരണകക്ഷി MLA തന്നെ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ കേരളത്തിന്റെ ആഭ്യന്തരം ഏതു ദിശയിലാണ് പോകുന്നത് എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യമായെന്ന് സ്റ്റീഫൻ മാസ്റ്റർ പറഞ്ഞു. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് പ്രസാദ് വാഗ അധ്യക്ഷനായി. കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി, KSU ജില്ലാ വൈസ് പ്രസിഡന്റ് ഷഹന പെരുവല്ലൂർ, പ്രസാദ് പണിക്കൻ, AD സാജു, ജിൻഡോ തേറാട്ടിൽ എന്നിവർ സംസാരിച്ചു. സുബിരാജ് തോമസ്, തച്ചംകുളം പരമേശ്വരൻ, TP ബാബു, MP ശരത് കുമാർ, റാഫി അളവള്ളി എന്നിവർ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി. കടങ്ങോട് മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്നിത്തടം സെന്ററിൽ പ്രതിഷേധ മാർച്ചും യോഗവും നടന്നു. മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് രഞ്ജു താരു അധ്യക്ഷത വഹിച്ചു. UDF ചെയർമാൻ സജീവ് ചത്തനത്ത്, പ്രവാസി കോൺഗ്രസ് ജനറൽ സെക്രട്ടറി യാവുട്ടി ചിറമനങ്ങാട്, വ്യാപാരി വ്യവസായി കോൺഗ്രസ് സെക്രട്ടറി MH നൌഷാദ് എന്നിവർ സംസാരിച്ചു. സലാം വലിയകത്ത്, INTUC യൂണിയൻ ജനറൽ സെക്രട്ടറി MP സിജോ, മുഹമ്മദ് അലി, സലീം വെള്ളാർക്കാട്, ഉമേഷ് കൊടമന, ഷഹീർ, രാജൻ തിപ്പലശ്ശേരി, മുകേഷ് നീണ്ടൂർ, അഷ്റഫ് MS, INTUC തൊഴിലാളികൾ എന്നിവർ നേതൃത്വം നൽകി. അജിത് പാഴിയൊട്ടുമുറി സ്വാഗതവും സജീർ കടങ്ങോട് നന്ദിയും പറഞ്ഞു.
വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് CCTV. ഗണേശസ്തുതികൾ ഉരുവിട്ടും ഭക്തിഗാനങ്ങൾ ആലപിച്ചും ചാവക്കാട് ദ്വാരക വിനായക തീരത്തെത്തിയ ഗണേശ വിഗ്രഹങ്ങൾ നിമജ്ജനം ചെയ്തു. ഗുരുവായൂരിൽ നിന്ന് ഘോഷയാത്രയെത്തി 100-ലേറെ വിഗ്രഹങ്ങളാണ് നിമജ്ജനം ചെയ്തത്. ഉച്ചയ്ക്ക് ഗുരുവായൂരിൽ നിന്നും ആരംഭിച്ച് മുതുവട്ടൂർ ചാവക്കാട് ടൗൺ വഴി വിഗ്രഹ ഘോഷയാത്ര ദ്വാരക വിനായക തീരത്തെത്തി. ഗുരുവായൂരിലെ പ്രധാന വിഗ്രഹത്തോടൊപ്പം നാടൻ കലാരൂപങ്ങൾ, പഞ്ചവാദ്യം, വിവിധ വാദ്യമേളങ്ങൾ എന്നിവയുടെ അകമ്പടിയോടുകൂടിയാണ് ഘോഷയാത്ര നടന്നു നീങ്ങിയത്. വിനായക തീരത്ത് പ്രത്യേക പൂജകളുണ്ടായി. ചെറിയ വിഗ്രഹങ്ങളുമായി വിശ്വാസികൾ എത്തിയതും ഗണേശോത്സവത്തിന് പൊലിമയേകി. സ്വാഗത സംഘം ചെയർമാൻ ഗോകുലം ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. ജനറൽ കൺവീനർ KS പവിത്രൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ധർമ്മ ജാഗരണ പ്രമുഖ് VK വിശ്വനാഥൻ അനുഗ്രഹ പ്രഭാഷണം നിർവഹിച്ചു. AR മുകുന്ദരാജ സംസാരിച്ചു. സാംസ്കാരിക സമ്മേളനത്തിന് ശേഷം വിഗ്രഹങ്ങൾ ഓരോന്നായി കടലിൽ നിമജ്ജനം ചെയ്തു. ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ വിശുദ്ധ ദേവമാതാവിന്റെ ജനന പെരുന്നാൾ ആഘോഷത്തിന് തുടക്കമായി. ശനി ഞായർ ദിവസങ്ങളിലായിട്ടാണ് പെരുന്നാൾ ആഘോഷം. ശനിയാഴ്ച രാവിലെ 7 മണിക്ക് വിശുദ്ധ മൂന്നിൽമൽ കുർബാനയും മധ്യസ്ഥ പ്രാർത്ഥനയും, വൈകിട്ട് 6 മണിക്ക് കുറുക്കൻപാറ സെന്റ് മേരീസ് കുരിശുപള്ളിയിൽ നിന്ന് ആർത്താറ്റ് കത്തീഡ്രലിലേക്ക് ഘോഷയാത്രയുമുണ്ടായി. 7 മണിക്ക് ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പോലീത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ സന്ധ്യാനമസ്കാരം, തുടർന്ന് പ്രദക്ഷിണം, ശ്ലൈഹിക വാഴ്വ് എന്നിവ നടന്നു. പെരുന്നാൾ ദിനമായ ഞായറാഴ്ച സെമിത്തേരി ചാപ്പലിൽ രാവിലെ 6:15 പ്രഭാത നമസ്കാരം, 7 മണിക്ക് വിശുദ്ധ കുർബാന എന്നിവ ഉണ്ടാകും. കത്തീഡ്രലിൽ 8 മണിക്ക് പ്രഭാത നമസ്കാരം, 8:45 ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പോലീത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ മൂന്നിൽമൽ കുർബാന നടക്കും. തുടർന്ന് യുവജന പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിൽ മെറിറ്റ് അവാർഡ് വിതരണവും നിറപുഞ്ചിരി ചികിത്സാ സഹായ വിതരണവും നടക്കും. ഉച്ചയ്ക്ക് ശേഷം മേഖലയിലെ വിവിധ പ്രാദേശിക പെരുന്നാൾ ആഘോഷങ്ങൾ ആരംഭിക്കും. വൈകിട്ട് 4 മണിയോടെ പെരുന്നാൾ ആഘോഷങ്ങളും വാദ്യമേളങ്ങളും പള്ളിയിൽ എത്തിച്ചേരും. 4:30 കൊടിയും സ്ലീബായും ഏന്തിയുള്ള പ്രദക്ഷിണവും പിന്നീട് പൊതുസദ്യയും ഉണ്ടാകും. പതിവ് പോലെ തന്നെ പരമ്പരാഗതമായി വരുന്ന തൂട്ടുപുറത്ത് കുടുംബക്കാർ ചെണ്ടമേളത്തിന്റെയും നാടൻ കലാരൂപങ്ങളുടെയും കോമരത്തിന്റെയും അകമ്പടിയോടെ പള്ളി വികാരിയിൽ നിന്ന് അവകാശം ഏറ്റുവാങ്ങും. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പോലീത്ത മുഖ്യ കാർമ്മികത്വം വഹിക്കും. ക്രമീകരണങ്ങൾക്ക് വികാരി ഫാദർ VM സാമുവൽ, സഹവികാരി ഫാദർ ജോസഫ് ജോർജ്, കൈസ്ഥാനി PV ഷാജു, ഭാരവാഹികളായ ജിയോ M ജോർജ്, ജഹിൻ P ജേക്കബ് എന്നിവർ നേതൃത്വം നൽകും. CCTV ന്യൂസ് കുന്നംകുളം. ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രലിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി സന്ദർശനം നടത്തി. AD 52 വിശുദ്ധ മാർത്തോമാ ശ്ലീഹയാൽ സ്ഥാപിതമായ ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിലേക്ക് വിശുദ്ധ ദേവമാതാവിന്റെ ജനന പെരുന്നാളിന്റെ ഭാഗമായിട്ടാണ് കേന്ദ്രമന്ത്രി എത്തിയത്. വികാരി ഫാദർ VM സാമുവൽ, സഹവികാരി ഫാദർ ജോസഫ് ജോർജ്, ഫാദർ ജോർജ് ചാക്കോ, കൈസ്ഥാനി PV ഷാജു, സെക്രട്ടറി ബിനു CK, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, മറ്റ് ആത്മീയ സംഘടനാ പ്രതിനിധികൾ, ഇടവക ജനങ്ങൾ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. BJP തൃശൂർ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, ജില്ലാ ജനറൽ സെക്രട്ടറി ജസ്റ്റിൻ ജേക്കബ്, കുന്നംകുളം മണ്ഡലം ജനറൽ സെക്രട്ടറി PJ ജെബിൻ, OBC മോർച്ച ജില്ലാ പ്രസിഡന്റ് KS രാജേഷ് എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. റെക്കോർഡ് വിവാഹങ്ങൾ നടക്കുന്ന ഞായറാഴ്ച ഗുരുവായൂരിലെ ഗതാഗത സംവിധാനത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാനായി NK അക്ബർ MLAയുടെ അധ്യക്ഷതയിൽ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നു. ക്ഷേത്രനഗരിയിലെ നിലവിലെ വൺവേ സംവിധാനം ഇരുചക്ര മുച്ചക്ര വാഹനങ്ങൾക്കും ബാധകമാക്കും. ഇന്നർ ഔട്ടർ റിംഗ് റോഡുകളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ അനുവദിക്കില്ല. നിയമലംഘനം നടത്തി പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾ റിക്കവറി വാൻ ഉപയോഗിച്ച് നീക്കം ചെയ്യും. ഇതിനുള്ള ചെലവ് വാഹന ഉടമകളിൽ നിന്നും ഈടാക്കും. കുന്നംകുളം ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾ കൈരളി ജംഗ്ഷൻ വഴി ഗുരുവായൂരിലെത്തണം. കുന്നംകുളം ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ പടിഞ്ഞാറേനട മുതുവട്ടൂർ വഴി പോകണം. പ്രൈവറ്റ് ബസ്സുകൾ പടിഞ്ഞാറേനടയിലെ മായ ബസ് സ്റ്റാൻഡിൽ പ്രവേശിക്കണം. ടൂറിസ്റ്റ് ബസ്സുകൾക്ക് നഗരസഭയുടെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിർത്തിയിടാം. ദേവസ്വത്തിന്റെയും നഗരസഭയുടെയും ബഹുനില പാർക്കിംഗ് കേന്ദ്രം പരമാവധി ഉപയോഗപ്പെടുത്തണം. സ്ഥിരം പാർക്കിംഗ് ഗ്രൗണ്ടുകൾക്ക് പുറമെ താൽക്കാലിക സംവിധാനങ്ങളും ഒരുക്കും. ആവശ്യമെങ്കിൽ പടിഞ്ഞാറേനടയിലെ കൃഷ്ണപിള്ള സ്ക്വയറും ഉപയോഗപ്പെടുത്തും. കൂടുതൽ പോലീസിനെ നിയോഗിക്കാൻ സിറ്റി പോലീസ് കമ്മീഷണറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്റ്റാൻഡിന്റെ അവിടെ പ്രൈവറ്റ് ബസ്സുകൾ അവിടെ നിന്ന് ആളെ കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്ന സിസ്റ്റം ഉണ്ടാകും. അതുപോലെ തന്നെ ടൂറിസ്റ്റ് ബസ്സുകൾക്ക് വേണ്ടി നേരത്തെ നിശ്ചയിച്ചിട്ടുള്ള സ്ഥലമുണ്ട്. അവിടെ ടൂറിസ്റ്റ് ബസ്സുകൾ പാർക്ക് ചെയ്യണം. ഒരു കാരണവശാലും ഔട്ടർ റിങ്ങിലും ഇന്നർ റിങ്ങിലും അനധികൃതമായ പാർക്കിങ്ങുകൾ ഉണ്ടാകാൻ പാടുള്ളതല്ല. അങ്ങനെ പാർക്ക് ചെയ്യുന്നത് ശിക്ഷാർഹമാണ്. നിയമാനുസൃതമായ നടപടികൾ ഉണ്ടാവും. അതുമായി എല്ലാവരും സഹകരിക്കണം. അനധികൃതമായ പാർക്കിങ്ങുകൾ ഒഴിവാക്കണം. അങ്ങനെ നിലവിലുള്ള നിയമങ്ങൾക്ക് വിരുദ്ധമായി, തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി നടപടി സ്വീകരിച്ചാൽ അതിനാവശ്യമായ നടപടികൾ ഉണ്ടാകും. അതുകൊണ്ട് ബന്ധപ്പെട്ട ജനങ്ങൾ ഈ കാര്യങ്ങളുമായി സഹകരിക്കണം. അതുപോലെ അന്നേ ദിവസം ഏറ്റവും തിരക്കുണ്ടാകുന്നൊരു പ്രദേശമാണ് മമ്മിയൂർ ജംഗ്ഷൻ. അപ്പോൾ മമ്മിയൂർ ജംഗ്ഷനിൽ നിന്ന് ഗുരുവായൂരിലേക്ക് വരുന്ന വാഹനങ്ങളെല്ലാം മമ്മിയൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് കൈരളി ജംഗ്ഷൻ വഴി വരുന്ന സിസ്റ്റവും
അതേ ഇക്കാര്യം സർക്കാരിന്റെ ശ്രദ്ധയിലും പെടുത്തും. രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് 12 വരെയാണ് ഗതാഗത നിയന്ത്രണം ഉണ്ടാകുക. ഫലപ്രദമാണെന്ന് കണ്ടാൽ തിരക്കുള്ള ദിവസങ്ങളിൽ ഈ സംവിധാനം പ്രയോജനപ്പെടുത്തും. നഗരസഭയിൽ വിവാഹ രജിസ്ട്രേഷന് ഡാറ്റ എൻട്രിക്കായി 3 ജീവനക്കാരെ കൂടുതൽ നിയോഗിക്കും. വിവാഹം രജിസ്റ്റർ ചെയ്യാൻ എത്തുന്നവർക്ക് ടോക്കൺ ഏർപ്പെടുത്തും. വധൂവരന്മാർക്കും കൂടെയുള്ളവർക്കും വിശ്രമിക്കാനും കുടിവെള്ളത്തിനും സൗകര്യമുണ്ടാകും. തിരക്ക് കണക്കിലെടുത്ത് നഗരത്തിലേക്ക് സ്വകാര്യ ബസ്സുകൾ പ്രവേശിപ്പിക്കരുതെന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AM ഷഫീർ ആവശ്യപ്പെട്ടു. ഗതാഗത പരിഷ്കരണ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കും. പോലീസ്, ഓട്ടോ ടാക്സി ഡ്രൈവർമാരുടെ യോഗം വിളിച്ചു ചേർക്കും. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ്, ACP TS സിനോജ്, SHO G അജയ്കുമാർ, നഗരസഭാ ഉപാധ്യക്ഷ അനീഷ്മ ഷാനോജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ A സായിനാഥൻ, AM ഷഫീർ, കൗൺസിലർമാരായ KP ഉദയൻ, ശോഭ ഹരിനാരായണൻ, ക്ലീൻ സിറ്റി മാനേജർ KS ലക്ഷ്മണൻ, മുനിസിപ്പൽ എഞ്ചിനീയർ E ലീല തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. CCTV ന്യൂസ്, ഗുരുവായൂർ. നിയന്ത്രണം വിട്ട പെട്ടിയോട്ടോ പാതയോരത്തെ കൈവരിയിലിടിച്ച് യുവാവിന് പരിക്കേറ്റു. വളയംകുളം സ്വദേശി മമ്മസ്രായിൽ നസീഫിനാണ് പരിക്കേറ്റത്. കടവലൂർ, തൃശൂർ, മലപ്പുറം ജില്ലാ അതിർത്തിക്ക് സമീപത്താണ് അപകടം. ചങ്ങരംകുളത്ത് നിന്ന് പെരുമ്പിലാവ് ഭാഗത്തേക്ക് വന്നിരുന്ന പെട്ടിയോട്ടോറിക്ഷയാണ് നിയന്ത്രണം വിട്ട് പാതയോരത്തെ കൈവരിയിൽ ഇടിച്ചത്. അപകടത്തിൽ പരിക്കേറ്റ യുവാവിനെ നാട്ടുകാർ ചേർന്ന് പെരുമ്പിലാവ് അൻസാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ ഓട്ടോറിക്ഷയുടെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. ഗുരുവായൂർ ദേവസ്വത്തിൽ നടപ്പിലാക്കുന്ന വിവിധ നിർമ്മാണ പ്രവർത്തികളുടെ ഉദ്ഘാടനവും പൂർത്തീകരിച്ച പദ്ധതികളുടെ സമർപ്പണവും ദേവസ്വം മന്ത്രി VN വാസവൻ നിർവഹിച്ചു. ഗുരുവായൂരിന്റെ പശ്ചാത്തല വികസനത്തിന് കഴിയുന്ന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിയണമെന്ന് മന്ത്രി പറഞ്ഞു. ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് കാലോചിതമായ പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കണം. ഇതിനാണ് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി എല്ലാ സൗകര്യങ്ങളുമുള്ള പശ്ചാത്തല വികസനത്തിന് സർക്കാരും ദേവസ്വം ഭരണസമിതിയും ശ്രമിക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തെ സംബന്ധിച്ചോളം അതിൻ്റെ വിപുലവും വിശാലവുമായ വികസന സാധ്യതകൾ, അതിൻ്റെ പശ്ചാത്തല വികസന സാധ്യതകൾ നന്നായി പഠിച്ച് മനസ്സിലാക്കി ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി സമീപകാല ഭാവിയിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ക്ഷേത്രമായി, പശ്ചാത്തല സൗകര്യങ്ങളോടും കൂടിയ ക്ഷേത്രമായി ഇതിനെ മാറ്റിത്തീർക്കാനാണ് സംസ്ഥാന ഗവൺമെൻറ്റും അതോടൊപ്പം തന്നെ ഇവിടുത്തെ ക്ഷേത്ര സമിതിയും അതിൻ്റെ ഭരണസമിതിയും എല്ലാം ചേർന്ന് ആലോചിച്ചിട്ടുള്ളത്. ദേവസ്വം മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി അടക്കമുള്ള പദ്ധതികൾ ഭക്തർക്ക് ഏറെ പ്രയോജനകരമാകുമെന്നും മന്ത്രി പറഞ്ഞു. ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ അധ്യക്ഷനായി. ദേവസ്വം മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെയും പുതിയ ഫയർ സ്റ്റേഷൻ മന്ദിരത്തിന്റെയും ശിലാസ്ഥാപനം, കൗസ്തുഭം റെസ്റ്റ് ഹൗസ് നവീകരണം, 250 കിലോവാട്ട് സൗരോർജ്ജ പദ്ധതി സമർപ്പണം, ഗജരാജൻ, ഗുരുവായൂർ കേശവൻ, ശതാബ്ദി സ്മൃതി, രാമായണം ഇൻ 30 ഡേയ്സ് എന്ന പുസ്തകങ്ങളുടെ കവർ പ്രകാശനം എന്നിവയും മന്ത്രി നിർവഹിച്ചു. കാവീട് ഗോശാല സന്ദർശിച്ച മന്ത്രി അവിടെ തുടങ്ങുന്ന ദ്രവമാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ നിർമ്മാണോദ്ഘാടനവും നിർവഹിച്ചു. പുന്നത്തൂർ ആനത്താവളത്തിലെ ഖരമാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ ശിലാസ്ഥാപനം, 10 ആനത്തറകളുടെ നിർമ്മാണോദ്ഘാടനം, പുതുതായി നിർമ്മിച്ച ആനത്തറയുടെ സമർപ്പണം എന്നീ ചടങ്ങുകൾ പുന്നത്തൂർ ആനത്താവളത്തിൽ വെച്ച് നടന്നു. NK അക്ബർ MLA വിശിഷ്ടാതിഥിയായിരുന്നു. ദേവസ്വം ഭരണസമിതി അംഗം C മനോജ്, KP വിശ്വനാഥൻ, VG രവീന്ദ്രൻ, അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ തുടങ്ങിയവർ സംസാരിച്ചു. 250 കിലോവാട്ട് സൗരോർജ്ജ പദ്ധതിയുടെ കരാർ നടപ്പാക്കിയ സോളാർ ടെക് റിന്യൂവബിൾ എനർജി പ്രൈവറ്റ് ലിമിറ്റഡ് MD മധുവിനെ ദേവസ്വത്തിന്റെ ഉപഹാരം മന്ത്രി VN വാസവൻ ചടങ്ങിൽ സമ്മാനിച്ചു. CCTV ന്യൂസ്, ഗുരുവായൂർ. ജില്ലയിലെ മികച്ച CDS ആയ വരവൂർ പഞ്ചായത്ത് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച അച്ചൂസ് പ്രൊഡ്യൂസർ ഗ്രൂപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ഇന്ത്യയിൽ തന്നെ ആദ്യമായി JLGകളുടെ നേതൃത്വത്തിൽ ചെയ്ത 63 ഏക്കറോളം കൂർക്ക കൃഷിയുടെ റീൽസ് ഡോക്യുമെന്ററി റിലീസിംഗും ഉണ്ടായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK ബാബു അധ്യക്ഷത വഹിച്ചു. CDS മെമ്പർ സെക്രട്ടറി MK ആൽഫ്രഡ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. കുടുംബശ്രീ സേറ്റ് മിഷൻ ഫാം ലൈവ്ഹുഡ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ S ഷാനവാസ് മുഖ്യാതിഥിയായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ TA ഹിദായത്തുള്ള, PK യശോദ, വിമല പ്രഹ്ലാദൻ എന്നിവർ സംസാരിച്ചു. ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് അർഹമായ അവകാശങ്ങളും ആനുകൂല്യങ്ങളും ലഭിക്കാൻ വേണ്ട സുപ്രധാന രേഖയായ UDID കാർഡ് മണലൂർ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ ഭിന്നശേഷിക്കാർക്കും ലഭ്യമാക്കാൻ നടപടികളാകുന്നു. മുരളി പെരുന്നെല്ലി MLAയുടെ അധ്യക്ഷതയിൽ ചേർന്ന ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും മണ്ഡലം തല യോഗത്തിലാണ് തീരുമാനം. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ KK ശശിധരൻ, ലതി വേണുഗോപാൽ, ആൻസി വില്യംസ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ശാന്തി ഭാസി, കൊച്ചപ്പൻ വടക്കൻ, MM റെജീന, മറ്റു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ, സാമൂഹ്യ സുരക്ഷാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ KP സജീവ്, കോർഡിനേറ്റർ വർഷ, ICDS സൂപ്പർവൈസർമാർ, സാമൂഹ്യനീതി വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു.
മണ്ഡലത്തിൽ ഏകദേശം 3000-ഓളം ഭിന്നശേഷിക്കാരുണ്ടെങ്കിലും ഇവരിൽ പകുതിയിൽ താഴെയുള്ളവർക്കു മാത്രമേ UD-ID കാർഡ് ലഭിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളവർക്ക് വിപുലമായ ക്യാമ്പയിൻ നടത്തി മുഴുവൻ പേർക്കും കാർഡ് നൽകും. സെപ്റ്റംബർ 20-ന് മുമ്പായി മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും ഭിന്നശേഷിക്കാരുടെ വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി പ്രത്യേക യോഗങ്ങൾ ചേരും. പഞ്ചായത്ത് തലത്തിൽ സർവേ പ്രവർത്തനങ്ങൾക്കായി ശ്രീകൃഷ്ണ കോളേജ്, പെരുവല്ലൂർ മദർ കോളേജ് എന്നിവിടങ്ങളിലെ NSS വളണ്ടിയർമാരെ പങ്കെടുപ്പിക്കും. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് ഈ മാസം 24-ന് ഉച്ചയ്ക്ക് 2 മണിക്ക് സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന ഇവർക്കുള്ള പരിശീലനം നൽകും. എത്രയും വേഗത്തിൽ സർവേ പൂർത്തീകരിച്ച് മണ്ഡലത്തിലെ എല്ലാ ഭിന്നശേഷിക്കാരുടെയും രജിസ്ട്രേഷൻ നടത്തി കാർഡ് നൽകുന്നതിന് പഞ്ചായത്ത് തലത്തിൽ മെഡിക്കൽ ക്യാമ്പുകൾ നടത്തുന്നതിനും യോഗത്തിൽ തീരുമാനിച്ചു. CCTV ന്യൂസ്, കേച്ചേരി. കുന്നംകുളം നിയോജക മണ്ഡലത്തിലെ BJP മെമ്പർഷിപ്പ് ക്യാമ്പയിൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. വെള്ളർക്കാട് മുക്കരേഗത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യാമ്പയിൻ പ്രവർത്തകർക്ക് മെമ്പർഷിപ്പ് പുതുക്കി നൽകുകയും വിവിധ പാർട്ടികളിൽ നിന്ന് BJPയിൽ ചേർന്നവരെ സ്വീകരിക്കുകയും പ്രായമായവർക്ക് ഓണപ്പുടവ നൽകുകയും ചെയ്തു. എരുമപ്പെട്ടി മണ്ഡലം പ്രസിഡന്റ് സുഭാഷ് ആദൂർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, ജനറൽ സെക്രട്ടറി ജസ്റ്റിൻ ജേക്കബ്, ജില്ലാ സെക്രട്ടറി NR റോഷൻ, OBC മോർച്ച ജില്ലാ പ്രസിഡന്റ് KS രാജേഷ്, കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് സുഭാഷ് പാക്കത്ത്, ജനറൽ സെക്രട്ടറിമാരായ രാജേഷ് കുട്ടഞ്ചേരി, PJ ജെബിൻ, ശ്രീജിത്ത് കമ്പിപ്പാലം എന്നിവർ പങ്കെടുത്തു. വേലൂർ ഗവൺമെന്റ് രാജാസാർ രാമവർമ്മ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ഞായറാഴ്ച ഉച്ചയ്ക്ക് 2:30-ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിക്കും. AC മൊയ്തീൻ MLA അധ്യക്ഷനാകും. ആലത്തൂർ MP K രാധാകൃഷ്ണൻ, തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് എന്നിവർ മുഖ്യാതിഥികളാകും. തുടർന്ന് സ്കൂൾ വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും പങ്കെടുക്കുന്ന കലാസന്ധ്യയും നടക്കും. ഒരു വർഷം നീണ്ടുനിൽക്കുന്ന ആഘോഷ പരിപാടികളിൽ ഓണാഘോഷം, ഫുട്ബോൾ അക്കാദമി രൂപീകരണം, ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ, ഷോർട്ട് ഫിലിം നിർമ്മാണം, പൂർവാധ്യാപക വിദ്യാർത്ഥി സംഗമം, വിദ്യാർത്ഥികൾക്കായി കലാകായിക രചനാ മത്സരങ്ങൾ, ശാസ്ത്ര സാഹിത്യ ക്യാമ്പുകൾ, പ്രദർശനങ്ങൾ, വിവിധ സെമിനാറുകൾ, പുസ്തക ചർച്ച, നാടക ക്യാമ്പ് എന്നിവ നടക്കും. ശതാബ്ദിയുടെ ഭാഗമായി കോൺഫറൻസ് ഹാളും കിച്ചണും ഡൈനിങ് ഹാളും ഉൾപ്പെടുന്ന 2 നിലകളോടുകൂടിയ ശതാബ്ദി മന്ദിരം നിർമ്മിച്ചു നൽകുമെന്നും ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. CCTV ന്യൂസ്, വേലൂർ. നാഷണൽ ആയുഷ് മിഷന്റെ കീഴിലുള്ള സംസ്ഥാന ഹോമിയോപ്പതി വകുപ്പിന്റെ നേതൃത്വത്തിൽ എളവള്ളി പഞ്ചായത്തിൽ വയോജന ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പൂവത്തൂർ വ്യാപാരഭവൻ ഹാളിൽ സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പ് എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം PM അബു അധ്യക്ഷനായി. ജീന അശോകൻ, എളവള്ളി ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മിൻസി പോൾ, ഡോക്ടർ P ജിത്തു, CDS വൈസ് ചെയർപേഴ്സൺ സലീജ ഷമീർ എന്നിവർ സംസാരിച്ചു. 70 പേർ പങ്കെടുത്ത ക്യാമ്പിൽ മരുന്നുകൾ സൗജന്യമായി വിതരണം ചെയ്തു. സൗജന്യമായി പ്രമേഹ രക്തസമ്മർദ്ദ ടെസ്റ്റുകളും നടത്തിയിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ പോഷക സമൃദ്ധി മിഷൻ ന്യൂട്രീഷൻ വാരാചരണത്തിന്റെ ഭാഗമായി കണ്ടാണശ്ശേരി പഞ്ചായത്തിൽ ന്യൂട്രീഷൻ കിറ്റ് വിതരണം നടത്തി. കണ്ടാണശ്ശേരി കൃഷിഭവൻ ഓഫീസിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ ന്യൂട്രീഷൻ കിറ്റ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ധനൻ അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗങ്ങളായ PK അസീസ്, സെബീന റിറ്റോ, ശരത് രാമനുണ്ണി, ഷീബ ചന്ദ്രൻ, കൃഷി ഓഫീസർ ഗായത്രി, അസിസ്റ്റന്റ് കൃഷി ഓഫീസർമാരായ അജിഷ, അനൂപ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഭാരതീയ ചികിത്സാ വകുപ്പിന്റെയും നാഷണൽ ആയുഷ് മിഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ചെറുതുരുത്തി ആയുർവേദ പഞ്ചകർമ്മ ഗവേഷണ കേന്ദ്രത്തിന്റെ സഹകരണത്തോടെ ചൊവ്വന്നൂർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെ നേതൃത്വത്തിൽ വയോജനങ്ങൾക്കായി ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പുതുശ്ശേരി സെന്റ് ഫ്രാൻസിസ് LP സ്കൂളിൽ നടന്ന മെഡിക്കൽ ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ചിത്ര വിനുഭാജി ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സ്ഥിരം സമിതി ചെയർമാൻ രത്നകുമാരി അധ്യക്ഷയായി. പഞ്ചായത്ത് അംഗങ്ങളായ CP വിമല, സത്യവതി, ചെറുതുരുത്തി പഞ്ചകർമ്മ ഗവേഷണ കേന്ദ്രത്തിലെ റിസർച്ച് ഓഫീസർ ഡോക്ടർ PP പ്രദീപ് കുമാർ, ഡോക്ടർ NV വിഷ്ണുദാസ്, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ S ശാലിനി, കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഭാരവാഹി ഹരിനാരായണൻ എന്നിവർ സംസാരിച്ചു. ഡോക്ടർ ഹനിനി M രാജ് ആയുർവേദ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. വയോജനങ്ങൾക്കായി ചൊവ്വന്നൂർ ആയുർവേദ ഡിസ്പെൻസറിയിലെ യോഗ പരിശീലക KM ധന്യ വയോജനകാലത്തെ രോഗങ്ങളും പ്രതിവിധികളും എന്ന വിഷയത്തെക്കുറിച്ച് ബോധവൽക്കരണവും യോഗ പരിശീലനവും നടത്തി. 100-ലേറെ വയോജനങ്ങൾ പങ്കെടുത്ത മെഡിക്കൽ ക്യാമ്പിൽ ഡോക്ടർ PP പ്രദീപ് കുമാർ, ഡോക്ടർ S ശാലിനി, ഡോക്ടർ NV വിഷ്ണുദാസ്, ഡോക്ടർ ഹനിനി M രാജ് എന്നിവർ പരിശോധനകൾക്ക് നേതൃത്വം നൽകി. ആയുർവേദ ഡിസ്പെൻസറി ജീവനക്കാർ, ആശാവർക്കർമാർ എന്നിവർ സന്നിഹിതരായിരുന്നു. സൗജന്യ മരുന്ന് വിതരണവും രക്തപരിശോധനയും നടത്തി. CCTV ന്യൂസ്, കേച്ചേരി.
ചാവക്കാട് നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ ആയുർവേദ ഹോമിയോപ്പതി ഡിസ്പെൻസറിയുടെ നേതൃത്വത്തിൽ ആയുഷ് വയോജന ക്യാമ്പ് സംഘടിപ്പിച്ചു. ബ്ലാങ്ങാട് GFUP സ്കൂളിൽ നഗരസഭ ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ബുഷറ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ പ്രസന്ന രണദേവി അധ്യക്ഷത വഹിച്ചു. നഗരസഭ ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സിന്ധു PV, പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അഡ്വക്കേറ്റ് മുഹമ്മദ് അൻവർ AV, വാർഡ് കൗൺസിലർ രഞ്ജിത് കുമാർ, നഗരസഭ യോഗ ട്രെയിനർ രാജീവ് പ്രിൻസ്, ഉമ്മു ഹുസൈൻ എന്നിവർ സംസാരിച്ചു. ഡോക്ടർ ഖദീജ ഖാദർമോൻ, ഡോക്ടർ ശ്രുതി വിനേഷ്, ഡോക്ടർ നീമ സലീം എന്നിവർ നേതൃത്വം നൽകി. കാർഷിക രംഗത്ത് നൂതനമായ മാറ്റങ്ങൾ അനിവാര്യമായ സമകാലിക സാഹചര്യത്തിൽ കർഷകരെ കൂടുതൽ ബോധവൽക്കരിക്കുവാനായി മാക്ബ്രോഗ് അസോസിയേറ്റ് LLPയും ഇഫ്കോയും സംയുക്തമായി സെമിനാർ സംഘടിപ്പിച്ചു. കൂനമ്മൂച്ചി മേപ്പാടം പൂരാഘോഷ കമ്മിറ്റി ഹാളിൽ വെച്ച് നടന്ന സെമിനാർ കണ്ടാണശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ ഉദ്ഘാടനം ചെയ്തു. രാസവളങ്ങളുടെ സന്തുലിതമായ ഉപയോഗം കാർഷിക ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും സുസ്ഥിരമായ മണ്ണിന്റെ ആരോഗ്യത്തിനും പ്രധാനമാണെന്നും ക്ലാസ് നയിച്ച ഇഫ്കോ ഫീൽഡ് ഓഫീസർ KJ ശ്രീജിത്ത് പറഞ്ഞു. ഇന്ത്യയിലെ വളപ്രയോഗം അസന്തുലിതവും അമിത അളവിലുമാണ്. ഈ നില തുടർന്നുപോയാൽ മണ്ണിന്റെ മുഴുവൻ ഫലഭൂയിഷ്ഠതയും നഷ്ടപ്പെടും. ഇത് മുൻനിർത്തി മണ്ണിന്റെ സുരക്ഷയും പരിസ്ഥിതി സുരക്ഷയും മുൻനിർത്തിക്കൊണ്ടുള്ള വളപ്രയോഗമാണ് നമുക്ക് വേണ്ടത്. ഇഫ്കോ വികസിപ്പിച്ചെടുത്ത നാനോ യൂറിയ, നാനോ DAP എന്നിവ പരിസ്ഥിതി സൗഹൃദവും ഇവയുടെ സംഭരണവും ഗതാഗതവും എളുപ്പമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മാക്ബ്രോ മാനേജിംഗ് പാർട്ണർ അബ്ദുൽ ഖാദർ ഹംസ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ കണ്ടാണശ്ശേരി അഗ്രികൾച്ചർ ഓഫീസർ ഡോക്ടർ ഗായത്രി രാജശേഖരൻ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. കണ്ടാണശ്ശേരി പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷക്കീല ഷമീർ, 6ാം വാർഡ് മെമ്പർ കൃഷ്ണൻ, കണ്ടാണശ്ശേരി പഞ്ചായത്ത് അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് കമ്മിറ്റി അംഗമായ KF ഡേവിസ്, പാടശേഖര സമിതി കമ്മിറ്റി അംഗങ്ങൾ, നെൽകൃഷി കർഷക അവാർഡ് കരസ്ഥമാക്കിയ കർഷകൻ ഫിലിപ്പ് എന്നിവർ സംസാരിച്ചു. CCTV മാനേജിംഗ് ഡയറക്ടർ TV ജോൺസൺ ഏകോപനം നിർവഹിച്ചു. CCTV ന്യൂസ് കേച്ചേരി. ഇനി ഓണവിശേഷം. വിനായക ചതുർത്ഥി ദിനമായ ചിത്തിരനാളിൽ ഗുരുവായൂർ ക്ഷേത്രനടയിൽ താമരയിലിരിക്കുന്ന ഗണപതിയുടെ പൂക്കളം ശ്രദ്ധേയമായി. ഗുരുവായൂരിലെ ബാലാജി ഫ്ലവേഴ്സ് ഉടമ K ബാലന്റെ വഴിപാടായിട്ടാണ് 12 അടി നീളത്തിലും 9 അടി വീതിയിലുമായി പൂക്കളം തീർത്തത്. 50 കിലോ പൂക്കളാണ് ഇതിനായി വേണ്ടി വന്നത്. ഗുരുവായൂർ സ്വദേശികളായ രമേശ് ബാലാമണി, കിഷോർ ഗുരുവായൂർ എന്നിവരുടെ നേതൃത്വത്തിൽ അജീഷ് ഗുരുവായൂർ, പ്രമോദ് ഗുരുവായൂർ, മുകേഷ് മുരളി, സുരേഷ് സാരഥി, നിഖിൽ വിശ്വം, മനോജ് മിന്നൂസ്, വിപിൻ വിശ്വനാഥൻ, ദീപീഷ് പയ്യപ്പാട്ട്, വിജി ഷേറത്ത്, ശ്രേയസ് അജിത്ത് എന്നീ കലാകാരന്മാരാണ് 5 മണിക്കൂറോളം സമയമെടുത്ത് കളം പൂർത്തിയാക്കിയത്. നീ വരും നേരം തിരുവോണം എന്ന പേരിൽ ഓണപ്പാട്ടിന്റെ പ്രകാശനം നടന്നു. ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വരുമാനം ചികിത്സാ സഹായമായും നൽകും. ആലംകോട് കലാനികുഞ്ചം കലാക്ഷേത്രത്തിൽ വെച്ച് നടത്തിയ ഓണപ്പാട്ടിന്റെ പ്രകാശനം കവിയും സാഹിത്യകാരനും സിനിമാ തിരക്കഥാകൃത്തുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ നിർവഹിച്ചു. നീ വരും നേരം തിരുവോണം എന്നൊരു സങ്കല്പം തന്നെ വളരെ നല്ലതാണ്. ആ നീ വരുന്നത് പ്രണയിനിയാവാം, മാവേലിയാവാം, പ്രകൃതിയാവാം, പുഷ്പങ്ങളാവാം, നന്മയാവാം, ആനന്ദമാകാം. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കൂമുട്ടില്ലതാനും. ഏത് കവിയാണെന്നറിയാതെ ഒരു കാലത്ത് എഴുതിയ പാട്ടിൽ പറയുന്നത് പോലെ മനുഷ്യരെല്ലാവരും ഒന്നുപോലെയാകുന്ന, മനുഷ്യനും പ്രകൃതിയും ഒന്നുപോലെയാകുന്ന, ആർക്കും ആപത്തില്ലാത്ത, എല്ലാവർക്കും ആനന്ദമുണ്ടാകുന്ന ഒരു കാലം ഉണ്ടാകണമെന്ന സ്വപ്നമാണ് ഓണം. ആ സ്വപ്നം തന്നെയാണ് നീ വരും നേരം തിരുവോണം എന്ന ഈ സങ്കല്പത്തിൽ, ഈ ആൽബത്തിലുള്ളത്. യൂട്യൂബറും സാംസ്കാരിക പ്രവർത്തകനുമായ സുനിൽ മൂക്കുതലയാണ് നീ വരും നേരം തിരുവോണം എന്ന ഓണപ്പാട്ട് നിർമ്മിച്ചിരിക്കുന്നത്. തിരുവോണം നീ മൊഴിയും നേരം കുളിരോണം നിഴലായി നീ കൂടെ എത്തുമ്പോൾ പുതിയൊരു. ജയൻ പാത്താക്കര രചിച്ച വരികൾക്ക് ഈണവും ആലാപനവും സുരേഷ് പ്രിയദർശിനിയാണ്. പരിപാടിയിൽ നിർമ്മാതാവ് സുനിൽകുമാർ മൂക്കുതല, ഗാനരചയിതാവ് ജയൻ പാത്താക്കര, സുരേഷ് പ്രിയദർശിനി, സോന ശരത് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഇതിൽ നിന്നുള്ള വരുമാനം മൂക്കുതലയിലെ നവീൻ ചികിത്സാ സഹായത്തിലേക്ക് നൽകുമെന്നും നിർമ്മാതാവായ സുനിൽകുമാർ പറഞ്ഞു. പ്രകാശന പരിപാടിയിൽ പ്രേമദാസ് പിടാവനൂർ സ്വാഗതവും വിജയൻ മൂക്കുതല നന്ദിയും രേഖപ്പെടുത്തി. CCTV ന്യൂസ് പെരുമ്പിലാവ്.
നാട് ഓണാഘോഷങ്ങളുടെ ആരവങ്ങളിലേക്ക് കടക്കുകയാണ്. വിവിധയിടങ്ങളിൽ ഓണവിപണികളുടെ ഉദ്ഘാടനവും പുഷ്പ പച്ചക്കറി കൃഷികളുടെ വിളവെടുപ്പ് നടന്നു. വിശദാംശങ്ങളിലേക്ക്. കുന്നംകുളം കോഓപ്പറേറ്റീവ് അർബൻ ബാങ്കിന്റെ ഓണച്ചന്ത കുന്നംകുളം നഗരസഭാ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ PM സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് KA അസീസ് അധ്യക്ഷനായി. ബാങ്ക് ഡയറക്ടർ സുഗു ഇട്ടിയേഷൻ സ്വാഗതവും സെക്രട്ടറി CC ലിമി നന്ദിയും പറഞ്ഞു. സെപ്റ്റംബർ 7 മുതൽ 14 വരെയുള്ള പ്രവൃത്തി ദിനങ്ങളിൽ ഓണച്ചന്ത പ്രവർത്തിക്കും. 21 ഇനം സാധനങ്ങൾ 1050 രൂപയ്ക്ക് കിറ്റുകളായി ഒരു ദിവസം 150 കിറ്റുകൾ നൽകും. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിൽ കരുത്തേകും കരങ്ങൾ എന്ന പേരിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ചൊവ്വന്നൂർ കരുണാലയത്തിലെ ഭിന്നശേഷിക്കാരായ സ്ത്രീകൾക്കും അശരണരായ അമ്മമാർക്കും ഓണസദ്യയും ഓണക്കോടിയും വളണ്ടിയർമാർ ഒരുക്കി. വളണ്ടിയർമാരും കരുണാലയത്തിലെ അന്തേവാസികളും പരിപാടികൾ അവതരിപ്പിച്ചു. ചടങ്ങിൽ കുന്നംകുളം നഗരസഭാ കൗൺസിലർ ലബീബ് ഹസൻ, പ്രിൻസിപ്പാൾ ശ്യാം VB എന്നിവർ പങ്കെടുത്തു. പ്രോഗ്രാം ഓഫീസർ ശ്രീജ ശശിധരൻ, അധ്യാപകരായ PS സനൽ, R സമീറ, വളണ്ടിയർ ലീഡർമാരായ PN ആദിഷ, എബിൻ ടി ബിജു എന്നിവർ നേതൃത്വം നൽകി. കുന്നംകുളം നഗരസഭ 9-ാം വാർഡ് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ കൃഷി ചെയ്ത ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. ചൊവ്വന്നൂർ ഫാത്തിമ മഠത്തിനോട് ചേർന്നുള്ള 5 സെന്റ് സ്ഥലത്താണ് കൃഷിഭവനിൽ നിന്നും ലഭ്യമാക്കിയ ചെണ്ടുമല്ലി തൈകൾ ഉപയോഗിച്ച് കൃഷി ചെയ്തത്. അയ്യങ്കാളി തൊഴിലുറപ്പ് ഗ്രൂപ്പിലെ ഷിജീന വിളവെടുപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് കൗൺസിലർ സിൻസി ജോർജ് അധ്യക്ഷത വഹിച്ചു. തൊഴിലുറപ്പ് യൂണിയൻ പ്രസിഡന്റ് ബാബുട്ടൻ, തൊഴിലുറപ്പ് മേറ്റ് ജിനി പ്രദീപ് തുടങ്ങിയവർ പങ്കെടുത്തു. കഴിഞ്ഞ 3 വർഷമായി 9-ാം വാർഡ് തൊഴിലുറപ്പ് തൊഴിലാളികൾ ചെണ്ടുമല്ലി കൃഷി ചെയ്യുന്നുണ്ട്. ഈ വർഷം 3 വ്യത്യസ്ത തരം വാടാർമല്ലി പൂക്കളും കൃഷി ചെയ്തിരുന്നു. കൃഷി ചെയ്ത പൂക്കൾ ഇവരുടെ നേതൃത്വത്തിൽ തന്നെ വിൽപ്പന നടത്തി വരികയാണ്. സംസ്ഥാന സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ കൺസ്യൂമർ ഫെഡ് മുഖേന സംസ്ഥാനത്തെ പ്രാഥമിക സഹകരണ സംഘങ്ങളുടെ പങ്കാളിത്തത്തോടെ നടത്തുന്ന സഹകരണ ഓണച്ചന്തകളുടെ ഭാഗമായി ചാവക്കാട് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഓണം സഹകരണ വിപണിയുടെ ഉദ്ഘാടനം മുല്ലത്തറ ജംഗ്ഷനിൽ ബാങ്ക് പ്രസിഡന്റ് മാലിക്കുളം അബ്ബാസ് നിർവഹിച്ചു. സെക്രട്ടറി MJ സാജു സ്വാഗതം പറഞ്ഞു. ഭരണസമിതി അംഗങ്ങളായ KM നാസർ, MG ഹരിദാസ് മാസ്റ്റർ, പ്രേമ വിശ്വനാഥൻ, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാന സഹകരണ വകുപ്പും കൺസ്യൂമർ ഫെഡും പുന്നൂർ പഞ്ചായത്ത് സർവീസ് സഹകരണ ബാങ്കും സംയുക്തമായി നടത്തുന്ന ഓണച്ചന്തയ്ക്ക് തുടക്കമായി. അകലാട് ഒറ്റേനി പരിസരത്ത് ആരംഭിച്ച ഓണച്ചന്ത ബാങ്ക് പ്രസിഡന്റ് PK ഹസൻ ഉദ്ഘാടനം ചെയ്തു. ഡയറക്ടർമാരായ അബ്ദുറഹ്മാൻ കാട്ടിപ്പറമ്പിൽ, PM സൈദരവി, മുഹമ്മദ് ഉണ്ണി കടയിൽ, മുജീബ് റഹ്മാൻ, ബൽക്കീസ് ഖാലിദ്, ഷൺമുഖൻ മങ്ങാടി, ഫാത്തിമ മുഹമ്മദ്, BC ഗിരീഷ് എന്നിവർ ആശംസയർപ്പിച്ചു. ബാങ്ക് സെക്രട്ടറി ബഷീർ മരാത്ത് നന്ദിയും പറഞ്ഞു. വെളിയങ്കോട് ഗ്രാമപഞ്ചായത്തിലെ 7-ാം വാർഡ് ഹരിതഭൂമി കൃഷിക്കൂട്ടത്തിന്റെ ചെണ്ടുമല്ലി വിളവെടുപ്പ് നടന്നു. 10 സെന്റ് ഭൂമിയിലാണ് ചെണ്ടുമല്ലിപ്പൂ കൃഷി നടത്തിയത്. വെളിയങ്കോട് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മജീദ് പാടിയോടത്ത് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് മെമ്പർ P. അജയൻ, ബ്ലോക്ക് ADA വിനയൻ MV, വെളിയങ്കോട് കൃഷി ഓഫീസർ ലെമിന, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ദീപ, ഹരിതഭൂമി മെമ്പർമാരായ ജമീല, ഫാത്തിമ തുടങ്ങിയവർ സംബന്ധിച്ചു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിലെ 17-ാം വാർഡിൽ വനിതാ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടത്തിയ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. CPIM കുന്നംകുളം ഏരിയ സെക്രട്ടറി MN സത്യൻ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ അധ്യക്ഷയായി. പഞ്ചായത്ത് അംഗം നാൻസി ആന്റണി ലാവിഷ് ഗ്രൂപ്പ് ചെയർമാൻ TL ഔസേബിന് നൽകിക്കൊണ്ട് വിളവെടുത്ത പൂക്കളുടെ ആദ്യ വിൽപ്പന നടത്തി. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ജൂലറ്റ് വിനു, പഞ്ചായത്ത് അംഗങ്ങളായ മാഗി ജോൺസൺ, NS ജിഷ്ണു, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി മുൻ ചെയർമാൻ MK ആന്റണി, ക്ഷേമകാര്യ സ്ഥിരം സമിതി മുൻ ചെയർപേഴ്സൺ ശൈലജ പുഷ്പാകരൻ എന്നിവർ സംസാരിച്ചു. 30 സെന്റ് ഭൂമിയിൽ 1200ഓളം ചെണ്ടുമല്ലി ചെടികളാണ് നട്ടിരുന്നത്. മഞ്ഞ, ഓറഞ്ച് നിറങ്ങളിലുള്ള പൂക്കളാണ് കൃഷിയിടത്തിൽ വിളഞ്ഞിട്ടുള്ളത്. വാർഡ് മെമ്പർ നാൻസി ആന്റണിയുടെ നേതൃത്വത്തിൽ ശോഭ അശോകൻ, രാജശ്രീ കണത്തെഴുത്ത്, മിനി സോമൻ എന്നിവരടങ്ങിയ സംഘമാണ് കൃഷി നടത്തിയത്. ചൂണ്ടൽ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കിയ ചെണ്ടുമല്ലി കൃഷിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം നടന്നു. പാറന്നൂർ ജനകീയ വായനശാല കൃഷി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കൃഷിയിറക്കിയ സ്ഥലത്താണ് പഞ്ചായത്ത് തല ഉദ്ഘാടനം നടന്നത്. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ അധ്യക്ഷയായി. സ്ഥിരം സമിതി അധ്യക്ഷരായ ജൂലറ്റ് വിനു, സുനിത ഉണ്ണികൃഷ്ണൻ, ലൈബ്രറി കൗൺസിൽ കുന്നംകുളം താലൂക്ക് സെക്രട്ടറി വത്സൻ പാറന്നൂർ, കൃഷി ഓഫീസർ P. റിജിത്ത്, വായനശാല കൃഷി കൂട്ടായ്മ കൺവീനർ PC രതീഷ് എന്നിവർ സംസാരിച്ചു. പദ്ധതി പ്രകാരം ആകെ വിതരണം ചെയ്ത 20,000 ചെണ്ടുമല്ലി തൈകളിൽ 2,000 ചെടികളാണ് വായനശാല കൃഷി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കൃഷി ചെയ്തത്. മഴക്കെടുതി മൂലം ചെടികളിൽ ഏറെക്കുറെ നശിച്ചിരുന്നു. മഞ്ഞ, ഓറഞ്ച് നിറങ്ങളിലുള്ള ചെണ്ടുമല്ലി പൂക്കളാണ് വിളവെടുപ്പ് നടത്തിയത്. ഓണത്തോടനുബന്ധിച്ച് കാട്ടകമ്പാൽ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ നടന്ന നേന്ത്രക്കായ വിപണനമേള കുന്നംകുളം കാർഷിക ഗ്രാമവികസന ബാങ്ക് പ്രസിഡന്റ് ജോസഫ് ചാലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് സോണി സക്കറിയ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം K. ജയശങ്കർ മുഖ്യാതിഥിയായിരുന്നു. ബാങ്ക് വൈസ് പ്രസിഡന്റ് ജനാർദ്ദനൻ അദിയാരത്ത്, ഭരണസമിതി അംഗങ്ങളായ KA അസീസ്, പ്രജിൻ തോലത്ത്, ബിജു വാഴപ്പള്ളി,
ടി കെ പ്രഹ്ലാദൻ, ടി എ വേലായുധൻ, കെ സി ശശി, CI മറിയാമ്മ തുടങ്ങിയവർ സംസാരിച്ചു. നാടൻ നേന്ത്രക്കായയ്ക്ക് പൊതുവിപണിയിൽ വലിയ വില ഈടാക്കുമ്പോൾ ബാങ്ക് നടത്തുന്ന നേന്ത്രക്കായ വിപണന മേളയിൽ 1 കിലോയ്ക്ക് 56 രൂപയാണ് വിറ്റഴിക്കുന്നത്. ഓണക്കാലത്ത് വിപണി വില പിടിച്ചു നിർത്തി ജനങ്ങളെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ പേരകം സർവീസ് സഹകരണ ബാങ്കിൽ കൺസ്യൂമർ ഫെഡിന്റെ ഓണച്ചന്ത ആരംഭിച്ചു. സർക്കാർ സബ്സിഡിയോടെ വൻ വിലക്കുറവിലാണ് ജനങ്ങൾക്ക് പലവ്യഞ്ജന സാധനങ്ങൾ ലഭ്യമാക്കുന്നത്. ശനിയാഴ്ച രാവിലെ നടന്ന ചടങ്ങിൽ ബാങ്ക് ഹെഡ് ഓഫീസ് കെട്ടിടത്തിൽ ആരംഭിച്ച ചന്തയുടെ ഉദ്ഘാടനം ഗുരുവായൂർ MLA NK അക്ബർ നിർവഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് KN രാമചന്ദ്രൻ അധ്യക്ഷനായി. വയനാട് പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ബാങ്ക് നൽകുന്ന 2 ലക്ഷം രൂപയുടെ ചെക്ക് ചടങ്ങിൽ MLA ഏറ്റുവാങ്ങി. വൈസ് പ്രസിഡന്റ് കൗലത്ത്, സെക്രട്ടറി ഇൻചാർജ് ബാബു, CJ അസിസ്റ്റന്റ് സെക്രട്ടറി ഐശ്വര്യ, ബാങ്ക് ഡയറക്ടർമാർ, ജീവനക്കാർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. 20ഓളം ഇനങ്ങളടങ്ങിയ കിറ്റാണ് സഹകരണ ചന്ത വഴി സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്യുന്നത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് CCTV. മറ്റു വാർത്തകൾ. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ വിശുദ്ധ ദൈവമാതാവിന്റെ ജന്മപ്പെരുന്നാളിന്റെ ഭാഗമായി നടന്നു വന്നിരുന്ന സുവിശേഷ യോഗം സമാപിച്ചു. വെള്ളിയാഴ്ച രാത്രിയിൽ നടന്ന 8 നോമ്പ് സുവിശേഷ യോഗത്തിന്റെ സമാപനത്തിൽ ചാലിശ്ശേരി സെന്റ് ലൂക്ക് CSI പള്ളി വികാരി ഫാദർ KC ജോൺ ആമുഖ സന്ദേശം നൽകി. ഫാദർ NK ജേക്കബ് കോർ എപ്പിസ്കോപ്പ പ്രാർത്ഥന നടത്തി. തുടർന്ന് ഫാദർ ഏലിയാസ് അരീക്കൽ വചന സന്ദേശം നൽകി. സെപ്റ്റംബർ 1 മുതൽ 6 തീയതി വരെ നടന്ന 8 നോമ്പ് സുവിശേഷ യോഗങ്ങളിൽ ഫാദർ ജേക്കബ് മഞ്ഞളി, ഫാദർ പൗലോസ് പാറേക്കര കോർ എപ്പിസ്കോപ്പ, ഫാദർ സേവറിയോസ് തോമസ്, ഫാദർ മാത്യൂസ് ഈരാളി, ഫാദർ എൽദോസ് പുളിഞ്ചോട്ടിൽ എന്നിവർ വചന സന്ദേശം നൽകി. സമാപന യോഗത്തിൽ മർത്ത മറിയം വനിതാ സമാജം പ്രവർത്തകരുടെയും പള്ളി കൊയറംഗങ്ങളുടെയും ഗാന ശുശ്രൂഷയും ഉണ്ടായി. ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നേൽ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങിയ പെരുന്നാൾ കമ്മിറ്റി, ഭക്തസംഘടനാ ഭാരവാഹികൾ, കുടുംബ യൂണിറ്റ് ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. CCTV ന്യൂസ്, പെരുമ്പിലാവ്. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിലെ ദൈവമാതാവിന്റെ 8 നോമ്പ് പെരുന്നാളിന്റെ ഭാഗമായി ഇടവക മാർത്താമറിയം വനിതാ സമാജം അംഗങ്ങൾ ഗാന ശുശ്രൂഷ സമർപ്പണം നടത്തി. 8 നോമ്പ് സുവിശേഷ യോഗത്തിന്റെ സമാപന ദിവസം വെള്ളിയാഴ്ച രാത്രി കൊയർ മാസ്റ്റർ വർഗീസ് തമ്പിയുടെ നേതൃത്വത്തിൽ 30ഓളം സമാജം അംഗങ്ങൾ ചേർന്നാണ് ഗാന ശുശ്രൂഷ നടത്തിയത്. ഗാന ശുശ്രൂഷയ്ക്ക് വികാരി ഫാദർ ബിജു മൂങ്ങാങ്കുന്നേൽ, വൈസ് പ്രസിഡന്റ് LC തമ്പി, സെക്രട്ടറി ജെറീന ബിജു, ജോയിന്റ് സെക്രട്ടറി ജോബിൾ ഷാബു, ട്രഷറർ ജിനു നോബി എന്നിവർ നേതൃത്വം നൽകി. കുന്നോളം സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവക ദേവാലയത്തിലെ ചെറിയ തിരുനാൾ ഞായറാഴ്ച ചിറളയം സെന്റ് മേരീസ് കപ്പേളയിൽ ലതീഞ്ഞും നോവേനയും നേർച്ച വിതരണവും നടന്നു. കുന്നംകുളം സെന്റ് സെബാസ്റ്റ്യൻ ഇടവകയിലെ ചെറിയ തിരുനാളായി. ചിറളയം സെന്റ് മേരീസ് കപ്പേളയിൽ ഞായറാഴ്ച പരിശുദ്ധ മാതാവിന്റെ ജനന തിരുനാൾ ആഘോഷിക്കും. കൊടിയേറ്റ ദിനം മുതൽ രാവിലെ ഇടവക ദേവാലയത്തിൽ തിരുനാളിനൊരുക്കമായി വിശുദ്ധ കുർബാനയും നേർച്ച വിതരണവും, വൈകിട്ട് 6:30 സെന്റ് മേരീസ് കപ്പേളയിൽ ലതീഞ്ഞും നൊവേനയും നേർച്ച വിതരണവും ഉണ്ടായിരുന്നു. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 9 ആഘോഷമായ തിരുനാൾ കുർബാനയും, തുടർന്ന് കപ്പേളയിലേക്ക് ബൈക്ക് റാലിയുടെ അകമ്പടിയോടെ പരിശുദ്ധ മാതാവിന്റെ ഛായാചിത്ര എഴുന്നള്ളിപ്പും ഉണ്ടായിരിക്കും. തിരുകർമ്മങ്ങൾക്ക് തൃശൂർ അതിരൂപത മാതൃവേദി അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ അനീഷ് കുത്തൂർ നേതൃത്വം നൽകും. വൈകിട്ട് 6:30 സെന്റ് മേരീസ് കപ്പേളയിൽ ആരാധനയോടെ തിരുനാൾ വേസ്പരയും പ്രസുതേന്ത്യവാഴ്ചയും ആഘോഷമായ ഛായാചിത്ര പ്രയാണവും വർണ്ണമഴയും നേർച്ചയൂട്ട് കിറ്റ് വിതരണവും ഉണ്ടാകും. ചെറിയ തിരുനാൾ ആഘോഷങ്ങളുടെ വിജയത്തിനായി ചെയർമാൻ ഫാദർ ഡൈസൺ മുണ്ടോപുറം, വൈസ് ചെയർമാൻമാരായി സുപ്പീരിയർ സിസ്റ്റർ ആൻജോസ്, കൈക്കാരന്മാരായ ML മാണി, ജോപോൾ വി ആലപ്പാട്ട്, പോയിസ് JB, ജനറൽ കൺവീനർ ഫ്ലോറൻസ് ലോയിഡ്, ജോയിന്റ് ജനറൽ കൺവീനർ KG ബാബു, സബ് കമ്മിറ്റി കൺവീനർമാർ എന്നിവരടങ്ങുന്ന വിപുലമായ കമ്മിറ്റിയാണ് പ്രവർത്തിച്ചു വരുന്നത്. CCTV ന്യൂസ്, കുന്നംകുളം. പോഷകവാരാഘോഷത്തോടനുബന്ധിച്ച് ഇരുമുപ്പെട്ടി പഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായി പോഷകത്തോട്ടം കിറ്റ് വിതരണം സംഘടിപ്പിച്ചു. കൃഷിഭവനിൽ നടന്ന ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ ഉദ്ഘാടനം ചെയ്തു. 700 രൂപ വില വരുന്ന വിവിധ പച്ചക്കറി തൈകളും വളവും അടങ്ങുന്ന കിറ്റ് സബ്സിഡി നിരക്കിൽ 300 രൂപയ്ക്ക് വിതരണം ചെയ്തു. വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സുമന സുഗതൻ, ഷീജ സുരേഷ്, അംഗം MK ജോസ്, കൃഷി ഓഫീസർ AV വിജിത, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ NV രജനി എന്നിവർ സംസാരിച്ചു.
കൂദാശയ്ക്കൊരുങ്ങി ചൂണ്ടൽ സാന്തോം ഇടവക ദേവാലയം. 1937 സ്ഥാപിതമായ ചൂണ്ടൽ സാന്തോം ഇടവകയിൽ നവീകരിച്ച ദേവാലയത്തിന്റെ കൂദാശ കർമ്മം ഞായറാഴ്ച നടക്കും. പരിമിതികളുണ്ടായിരുന്ന പഴയ ദേവാലയം പൊളിച്ചുമാറ്റി 18 മാസം കൊണ്ടാണ് നവദേവാലയത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ഇടവകയിലെ 190 കുടുംബങ്ങളുടെയും മറ്റിടവകകളിലെ വിശ്വാസികളുടെയും നിർലോഭമായ സഹായ സഹകരണങ്ങൾ കൊണ്ടാണ് മനോഹരമായ ദേവാലയം പണിതുയർത്തിയത്. ഞായറാഴ്ച വൈകിട്ട് 3 മണിക്ക് തൃശൂർ അതിരൂപത മെത്രോപ്പൊലീത്ത മാർ ആൻഡ്രൂസ് താഴത്തിന്റെ മുഖ്യകാർമ്മികത്വത്തിലാണ് ദേവാലയത്തിന്റെ കൂദാശ കർമ്മങ്ങൾ നടക്കുക. 2:30 ചൂണ്ടൽ പോസ്റ്റ് ഓഫീസ് പരിസരത്തു നിന്ന് വാഹനങ്ങളുടെ അകമ്പടിയോടെ മെത്രോപ്പൊലീത്തയെ ഇടവക അതിർത്തിയിലേക്ക് വരവേൽക്കും. ചൂണ്ടൽ ആശുപത്രിക്ക് മുന്നിൽ നിന്നും ഇടവക വിശ്വാസികളുടെ സാന്നിധ്യത്തിൽ മാർ ആൻഡ്രൂസ് താഴത്തിനെ ദേവാലയത്തിലേക്ക് ആനയിക്കും. തുടർന്ന് തിരുകർമ്മങ്ങൾക്ക് തുടക്കമാകും. ഇടവകാംഗങ്ങളായ വൈദികരും അതിരൂപതയിലെ മറ്റു വൈദികരും ചടങ്ങിൽ സഹകാർമ്മികരാകും. തിരുകർമ്മങ്ങളെ തുടർന്ന് സ്നേഹവിരുന്നുമുണ്ടാകും. കൂദാശ കർമ്മത്തെ തുടർന്ന് ഒരാഴ്ചക്കാലം ദേവാലയത്തിൽ വിവിധ പരിപാടികൾ നടക്കും. വികാരി ഫാദർ സനോജ് അറങ്ങാശ്ശേരി, കൈക്കാരന്മാരായ CF ജോസ്, CJ ജോൺസൺ, ജനറൽ കൺവീനർ ഫിലിപ്പ് മറോക്കി, ഫിനാൻസ് കൺവീനർ സെബാസ്റ്റ്യൻ ചുണ്ടൽ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം വഹിക്കും. ദേവാലയ കൂദാശ തിരുകർമ്മങ്ങളുടെ തത്സമയ സംപ്രേഷണം CCTV സിനിമ ചാനലിൽ ഉണ്ടായിരിക്കുന്നതാണ്. CCTV ന്യൂസ് കേച്ചേരി. കൊയ്ത്തു കഴിഞ്ഞ് നെല്ല് സംഭരണം പൂർത്തിയാക്കി മാസങ്ങൾ പിന്നിട്ടിട്ടും വില ലഭിക്കാത്തത് കർഷകരെ വലയ്ക്കുകയാണ്. പഴഞ്ഞി കൂട്ടുകൃഷി സഹകരണ സംഘത്തിലെ കർഷകർക്കാണ് പണം ലഭിക്കാൻ വൈകുന്നത്. സപ്ലൈകോയിൽ നിന്ന് പണം അനുവദിച്ചെങ്കിലും ബാങ്കിന്റെ അനാസ്ഥ മൂലമാണ് പണം ലഭിക്കാത്തതെന്ന് കർഷകർ ആരോപിക്കുന്നു. ചിറക്കൽ SBI ബാങ്കിൽ അക്കൗണ്ടുള്ള കർഷകർക്കാണ് പണം ലഭിക്കാത്തത്. മറ്റ് ബാങ്കുകളിൽ അക്കൗണ്ടുള്ളവർക്ക് പണം ലഭിച്ചതായി കർഷകർ പറഞ്ഞു. കർഷകർക്ക് നെല്ലിന്റെ വില നൽകുന്നതിൽ അസഹിഷ്ണുത കാണിക്കുന്ന ചിറക്കൽ ബാങ്കിനെതിരെ പഴഞ്ഞി കൂട്ടുകൃഷി സഹകരണ സംഘത്തിന്റെ വാർഷിക പൊതുയോഗത്തിൽ കർഷകർ പ്രതിഷേധം അറിയിച്ചു. കർഷകർക്ക് പണം ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് കോൾപ്പടവ് കമ്മിറ്റി പ്രസിഡന്റ് K. അനിൽകുമാർ, സെക്രട്ടറി TS മണികണ്ഠൻ എന്നിവർ അറിയിച്ചു. പുതുശ്ശേരി നേറ്റിവിറ്റി ഓഫ് അവർ ലേഡി ദേവാലയത്തിൽ ദൈവമാതാവിന്റെ ജനന തിരുനാളിന് തുടക്കമായി. ശനി ഞായർ ദിവസങ്ങളിലായിട്ടാണ് തിരുനാൾ ആഘോഷം. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ നാമധേയത്തിലുള്ള പുതുശ്ശേരി ഇടവക ദേവാലയത്തിൽ മാതാവിന്റെ ജനന തിരുനാളിന് തുടക്കം കുറിച്ച് ശനിയാഴ്ച രാവിലെ ദിവ്യബലിയും വിശുദ്ധരുടെ രൂപമെഴുന്നള്ളിക്കലും നടന്നു. വൈകിട്ട് 7-ന് പുതുശ്ശേരി കപ്പലിൽ വേസ്പറയും തുടർന്ന് ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയോടെ മാതാവിന്റെ രൂപം ദേവാലയത്തിലേക്ക് എഴുന്നള്ളിക്കലുമുണ്ടായി. തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ ദിവസവും വൈകിട്ട് 6-ന് ദിവ്യബലിയുമുണ്ടായിരുന്നു. തിരുനാൾ ദിവസമായ ഞായറാഴ്ച രാവിലെ ദിവ്യബലിയും 10 മണിക്ക് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയും നടക്കും. തുടർന്ന് ഭക്തി നിർഭരമായ പ്രദക്ഷിണത്തിനു ശേഷം ഊട്ടുനേർച്ചയും ഉണ്ടാകും. കൊടിയേറ്റം മുതൽ തിരുനാൾ ആഘോഷിക്കുന്ന ഞായറാഴ്ച വരെ നോമ്പാചരണവും ഉണ്ടാകും. തിരുനാൾ ആഘോഷങ്ങൾക്ക് വികാരി റോജോ എലുവത്തിങ്കൽ, കൈക്കാരന്മാരായ വിൻസെന്റ് കാക്കശ്ശേരി, CL ജോൺസൺ, KL ജോർജ് എന്നിവർ നേതൃത്വം നൽകും. CCTV ന്യൂസ് കേച്ചേരി. എടപ്പാൾ ശുഗപുരം ദക്ഷിണാമൂർത്തി ക്ഷേത്രത്തിൽ ഞായറാഴ്ച മുതൽ നടന്നുവരുന്ന ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ ഭാഗമായി നടന്ന രുക്മണി സ്വയംവര ഘോഷയാത്ര ഭക്തി നിർഭരമായി. ചമ്പ്രമാണ മഹേശ്വര ക്ഷേത്രത്തിൽ നിന്ന് നാദസ്വരം, താലപ്പൊലി എന്നിവയുടെ അകമ്പടിയോടെ നടന്ന ഘോഷയാത്ര ഭാഗവത മണ്ഡപത്തിലെത്തി സമാപിച്ചു. യജ്ഞാചാര്യരായ വെള്ളിനേഴി ഹരികൃഷ്ണൻ, കരുത്തേടം കൃഷ്ണൻ നമ്പൂതിരി, വടശ്ശേരി കൃഷ്ണൻ നമ്പൂതിരി എന്നിവരുടെ നേതൃത്വത്തിൽ വേദിയിൽ പൂതനാമോക്ഷം, കാളിയാമർദ്ദനം, ശ്രീകൃഷ്ണ ബാലലീല, വേണുഗാനം, രാസലീല തുടങ്ങിയവയുടെ പാരായണം നടന്നു. തുടർന്ന് തിരുവാതിരക്കളിയുമുണ്ടായി. ശനിയാഴ്ച രാവിലെ 6 മുതൽ കുജേലോപാഖ്യാനം പാരായണവും പ്രഭാഷണവും നടന്നു. 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെയും സഹോദരി 1ാം ക്ലാസ്സുകാരുടെയും കരവിരുതിൽ അത്ഭുതകരമായി അധ്യാപകർ. ഇരുവരും സ്കൂൾ പ്രധാനാധ്യാപകന് വേറിട്ട സമ്മാനം നൽകി. വയലത്തൂർ ഈസ്റ്റ് LP സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിനി വിദ്വികയും സഹോദരി 1ാം ക്ലാസ്സുകാരി വൈമേകിയും ചേർന്നാണ് വ്യത്യസ്തമായ സമ്മാനം നൽകിയത്. കുടുംബാംഗങ്ങളുടെ സഹായത്തോടെ നിർമ്മിച്ച നിശ്ചല ദൃശ്യമാണ് ശ്രദ്ധേയമായത്. കടലാസിലും കാർഡ്ബോർഡിലുമാണ് ക്ലാസ് മാതൃക നിർമ്മിച്ചത്. ഹെഡ് മാസ്റ്റർ ജിയോ മാസ്റ്റർക്ക് അധ്യാപക ദിനത്തിൽ സമ്മാനിക്കാൻ വേണ്ടിയാണ് ഇത് ഒരുക്കിയത്. ഉപഹാരം ഏറ്റുവാങ്ങിയ ശേഷം ഹെഡ് മാസ്റ്റർ ജിയോ ജോർജ് വിദ്യാർത്ഥിനികളെ അഭിനന്ദിച്ചു. കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ചാവക്കാട് ജില്ലാ അസോസിയേഷന്റെ ഗൈഡ് ഫ്ലോക്ക് വിഭാഗം അധ്യാപകർക്കുള്ള റിഫ്രഷർ കോഴ്സ് സംഘടിപ്പിച്ചു. കേച്ചേരി ജ്ഞാനപ്രകാശൻ UP സ്കൂളിൽ നടന്ന റിഫ്രഷർ കോഴ്സിൽ ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലയിലെ കോഴ്സ് ലീഡർമാരായ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുള്ള അധ്യാപകർ സംബന്ധിച്ചു. ലീഡർ ട്രെയിനർ ബുൾബുൾ TC ശാന്ത, അഡൽട്ട് ലീഡർ ട്രെയിനർ ഗൈഡ് PF റീജ, ജോയിന്റ് സെക്രട്ടറി ഷീജ ആന്റണി K, അസിസ്റ്റന്റ് സ്റ്റേറ്റ് കമ്മീഷണർ C ജയലക്ഷ്മി, അസിസ്റ്റന്റ് സ്റ്റേറ്റ് ഓർഗനൈസിംഗ് കമ്മീഷണർ CS സുധീഷ് കുമാർ, CS റേഞ്ചർ വിഭാഗം ഡിസ്ട്രിക്ട് കമ്മീഷണർ VS സുധ എന്നിവർ സംസാരിച്ചു. കോഴ്സ് ലീഡർമാർ വിവിധ കോഴ്സുകൾക്ക് നേതൃത്വം നൽകി. കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് അവാർഡ് ജേതാക്കളുടെ സംഗമവേദിയായി കേച്ചേരി ജ്ഞാനപ്രകാശന UP സ്കൂൾ.
സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ അസോസിയേഷൻ നേതൃത്വത്തിൽ സ്കൂളിൽ സംഘടിപ്പിച്ച റിഫ്രഷർ കോഴ്സിലാണ് സ്കൗട്ടിംഗ് സേവനത്തിനുള്ള പുരസ്കാരങ്ങൾ നേടിയവർ സംഗമിച്ചത്. സംസ്ഥാന അസോസിയേഷൻ നൽകുന്ന ഉന്നത ബഹുമതിയായ മെഡൽ ഓഫ് മെറിറ്റ് അവാർഡും ലോങ് സർവീസ് അവാർഡും നേടിയ ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലയിൽ സേവനമനുഷ്ഠിക്കുന്ന അധ്യാപകരായ അനിത സി മാത്യു, എം വി സുന്ദരൻ, പി കെ ഭാസ്കരൻ, വി എം ഷാബിദ, സിന്ധു ബാലൻ, കെ കെ ചിത്രമോൾ, കെ സുനിത, കെ സി മേരി, എ വി വീണ, എം ജി ബിന്ദു എന്നിവരാണ് റിഫ്രഷർ കോഴ്സിനിടെ കണ്ടുമുട്ടി സൗഹൃദം പങ്കുവച്ചത്. ജില്ലാ ട്രെയിനിംഗ് കമ്മീഷണറായ അനിത സി മാത്യു, ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സ് കമ്മീഷണർ എം വി സുന്ദരൻ, സ്കൗട്ട് മാസ്റ്ററായ പി കെ ഭാസ്കരൻ എന്നിവർക്ക് മെഡൽ ഓഫ് മെറിറ്റ് പുരസ്കാരമാണ് ലഭിച്ചത്. സ്കൗട്ട് മാസ്റ്റർ വി എം ഷാബിദ, ഗൈഡ് ക്യാപ്റ്റന്മാരായ സിന്ധു ബാലൻ, കെ കെ ചിത്രമോൾ, കെ സുനിത, കെ സി മേരി, ഫ്ലോഗ് ലീഡർമാരായ എം വി വീണ, എം ജി ബിന്ദു എന്നിവർക്ക് ലോങ് സർവീസ് അവാർഡുമാണ് ലഭിച്ചത്. കഴിഞ്ഞ മാസം 22-ന് തിരുവനന്തപുരം ശിക്ഷക് സദനിൽ വെച്ചു നടന്ന ചടങ്ങിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എസ് ഷാനവാസ് IASൽ നിന്നും പുരസ്കാര ജേതാക്കൾ അവാർഡുകൾ ഏറ്റുവാങ്ങിയിരുന്നു. CCTV ന്യൂസ് കേച്ചേരി. ആളൂർ അഹമ്മദിയ മുസ്ലിം മിഷൻ ഹൗസിൽ മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിക്കൊണ്ട് വരേണ്ടതിന്റെ ആവശ്യകതയും ജീവിത ഉദ്ദേശ ലക്ഷ്യങ്ങളും എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. മൗലവി മുഹമ്മദ് തൽഹ ചാവക്കാട്, മൗലവി ഫാഹിൻ അഹമ്മദ് പാലക്കാട്, മൗലവി അബ്ദുൽ ബാസിത്ത് തിരുവാഴാങ്കുന്ന് എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. പ്രവാചകൻ പ്രകൃതവും പ്രഭാവവും എന്ന പ്രമേയത്തിൽ പുണ്യനബി ജന്മമെടുത്ത റബീഉൽ അവൽ മാസത്തിൽ പന്നിത്തടം മഹൽ ജമാഅത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇദേ മിലാദ് റബീഹ് ക്യാമ്പയിൻ ആരംഭിച്ചു. അഹ്ലൻ റബീഅ് വിളംബര സദസ്സ് മഹൽ ഖത്തീബും മുദരിസുമായ മുഹമ്മദ് സാലിഹ് അൻവരി ചേകന്നൂർ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് സിംല ഹസൻ അധ്യക്ഷത വഹിച്ചു. മഹലിലെ മുതിർന്ന അംഗങ്ങളായ അരങ്ങത്തുപറമ്പിൽ അബുഹാജി, പതിയിരിക്കൽ ആലി മാസ്റ്റർ, AK ഹംസ ഹാജി, സിദ്ദിഖ് ഹാജി, അബ്ദു ഹാജി എന്നിവർ സംയുക്തമായി കൊടിയേറ്റം നടത്തി. ചടങ്ങിൽ സയ്യിദ് ഹബീബ് കോയത്തങ്ങൾ, അലീം ബിച്ചത്തങ്ങൾ, മുല്ലത്തങ്ങൾ, ശിഹാബ് തങ്ങൾ, മഹൽ ഭാരവാഹികളായ പുരുളിയിൽ അബൂബക്കർ, അല്ലമീൻ ഉസ്മാൻ ഹാജി, VS അബൂബക്കർ, ഹിൽട്ടൺ അബൂബക്കർ, MS ബഷീർ, ഹമീദ് കാരങ്ങൽ, സത്താർ നീണ്ടൂർ തുടങ്ങിയവർ പങ്കെടുത്തു. മദ്ഹൂർ റസൂൽ പ്രഭാഷണം, സന്ദേശപത്രിക, മജ്ലിസെ മുബാറക്, ഇഷ്ക് മജ്ലിസ്, വീടുകളിൽ മൗലീദ് സദസ്സ്, തിരുനബി സ്നേഹ സദസ്സ്, പ്രവാചക സന്ദേശ ഘോഷയാത്ര, തബറൂഖ് വിതരണം, ജഹാനെ ഫുനൂൻ വിദ്യാർത്ഥികളുടെ കലാപരിപാടി, അയൽക്കൂട്ട സംഗമം, മദ്ഹുൻ നബി യൂത്ത് മീറ്റ്, കുരുന്നുകൂട്ടം, ഹുബ്ബു റസൂൽ ബ്രാഞ്ച് സംഗമങ്ങൾ, ഗ്രാൻഡ് മൗലിദ് മജ്ലിസ്, സമാപന ദുആ സമ്മേളനം എന്നിവ ക്യാമ്പയിന്റെ ഭാഗമായി നടക്കും. CCTV ന്യൂസ് വേലൂർ. ചെറുവത്താനി ആറാട്ടുകടവ് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ അഷ്ടമംഗല ദേവപ്രശ്നം നടത്തി. ക്ഷേത്രത്തിൽ നവീകരണം നടത്തുന്നതിന് ദേവഹിതം അറിയാൻ വേണ്ടിയുള്ള അഷ്ടമംഗല ദേവപ്രശ്നമാണ് നടത്തിയത്. ജ്യോതിഷികളായ പെരിങ്ങോട് ബിജു പണിക്കർ, വാഴപ്പള്ളി ഉദയൻ പണിക്കർ എന്നിവർ വൈജ്ഞികരായി. ക്ഷേത്രം തന്ത്രി പേരകത്ത് രഞ്ജിത്ത് എംബ്രാന്തിരി നടത്തിയ വിശേഷാൽ പൂജകളോടുകൂടിയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് AG പ്രസാദ്, സെക്രട്ടറി MS സുബ്രഹ്മണ്യൻ, ട്രഷറർ CV മോഹൻദാസ്, മാനേജർ VR പരമേശ്വരൻ, ക്ഷേത്രം ട്രസ്റ്റ് അംഗങ്ങൾ, ക്ഷേത്ര വിശ്വാസികൾ തുടങ്ങിയവർ പങ്കെടുത്തു. മൂക്കുതല ചിത്രം നമ്പൂതിരിപ്പാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പ് ജീവദ്യുതി എന്ന പേരിൽ സംഘടിപ്പിച്ചു. ഗവൺമെന്റ് ജില്ലാ ആശുപത്രി പെരിന്തൽമണ്ണയും മൂക്കുതല P ചിത്രം നമ്പൂതിരിപ്പാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റും സംയുക്തമായിട്ടാണ് ക്യാമ്പ് ഒരുക്കിയത്. സ്കൂൾ PTA പ്രസിഡന്റും നന്നമുക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ മുസ്തഫ ചാലുപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ CV മണികണ്ഠൻ, NSS പ്രോഗ്രാം കോർഡിനേറ്റർ ഷീജ ടീച്ചർ, ഫസലുർ റഹ്മാൻ, ജറൂഷ, വിനീത തുടങ്ങിയ അധ്യാപകർ സംസാരിച്ചു. 70-ലധികം പേർ രക്തം ദാനം നൽകി. NSS വളണ്ടിയർമാർ നേതൃത്വം നൽകി. പുന്നൂർകുളം പഞ്ചായത്തിലെ തെരഞ്ഞെടുത്ത കുടുംബത്തിനായി സലാല KMCC തൃശൂർ ജില്ലാ കമ്മിറ്റി സഹായധനം കൈമാറി. മുസ്ലിം ലീഗ് ഗുരുവായൂർ മണ്ഡലം വൈസ് പ്രസിഡന്റ് V മായിൻകുട്ടി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ലീഗ് പുന്നൂർകുളം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് AK മൊയ്തുണ്ണി അധ്യക്ഷത വഹിച്ചു. സലാല KMCC നേതാവ് RK അഹമ്മദ്, കൂട്ടായ്മ തൃശൂർ ജില്ലാ കമ്മിറ്റി സെക്രട്ടറി സീദിഖ് കോയ തങ്ങൾ, ഹുസൈൻ വലിയകത്ത്, TM ഇല്യാസ്, CM ഗഫൂർ, നൌഷാദ് തെക്കൂട്ട്, മജീദ് വലിയകത്ത്, അഷ്റഫ് MC, ഇർഷാദ് തുടങ്ങിയവർ പങ്കെടുത്തു. പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതി പ്രകാരം നടപ്പിലാക്കിയ നവീന പദ്ധതിയായ PSC കോച്ചിംഗ് ക്യാമ്പിന്റെ സമാപനം വഖഫ് ബോർഡ് ചെയർമാനും മുൻ PSC ചെയർമാനുമായ അഡ്വക്കേറ്റ് MK സക്കീർ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് E സിന്ധു അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സൗദാമിനി, മെമ്പർമാരായ ആശാലത, KC ഷിഹാബ്, P അജയൻ, BDO അമൽദാസ് KJ, കോർഡിനേറ്റർ റനീഷ്, T ജമാലുദ്ദീൻ എന്നിവർ സംസാരിച്ചു. ദേശീയ അധ്യാപക ദിനത്തിൽ അക്കിക്കാവ് മോറോസ്താത്തിയോസ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോളേജിൽ
അധ്യാപക ദിനാഘോഷവും അധ്യാപകനെ ആദരിക്കലും സംഘടിപ്പിച്ചു. വയലത്തൂർ സെന്റ് ഫ്രാൻസിസ് UP സ്കൂൾ സംസ്കൃത അധ്യാപകൻ നാരായണ മാസ്റ്ററെ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് PI പൊന്നാട അണിയിച്ചു. തുടർന്ന് നടന്ന യോഗത്തിൽ ഡോക്ടർ വർഗീസ് PI, അധ്യാപകരായ ദീപ മേനോൻ, ഡോക്ടർ VC ബിനോജ്, ഡോക്ടർ KK രവി, വിദ്യാർത്ഥി പ്രതിനിധികളായ ദേവിക KH, മുഹമ്മദ് നസീബ് എന്നിവർ സംസാരിച്ചു. കോളേജ് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും ഉണ്ടായി. വിപണി ലോജിക് ട്രേഡേഴ്സിന്റെ പുതിയ സംരംഭം നായരങ്ങാടി ക്രിസ്റ്റി കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ചു. നായരങ്ങാടി സെന്ററിൽ മേപ്പാട്ട് ബിൽഡിംഗിലും NMK ഫൗണ്ടേഷൻ ബിൽഡിംഗിൽ മെറ്റീരിയൽസുകളുടെയും ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, കെമിക്കൽസ്, വളം എന്നിവയുടെ വിപുല ശേഖരവുമായി പ്രവർത്തിച്ചുവരുന്ന ലോജിക് ട്രേഡേഴ്സിന്റെ പുതിയ സംരംഭം നായരങ്ങാടി ക്രിസ്റ്റി കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ചു. ഏഷ്യൻ ബർജർ പെയിന്റുകളുടെ വിപുല ശേഖരവും ഒരുക്കിയിട്ടുണ്ട്. ഏഷ്യൻ ബർജർ പെയിന്റുകളുടെ ശേഖരങ്ങളുടെ ഉദ്ഘാടനം ഗുരുവായൂർ MLA NK അക്ബർ നിർവഹിച്ചു. NMK ബിൽഡിംഗിൽ ആരംഭിച്ച സാനിറ്ററി ഐറ്റംസുകളുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് നബീൽ NMK നിർവഹിച്ചു. വടക്കേക്കാട് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ശ്രീധരൻ മാക്കാലിക്കൽ, റഷീദ്, 10ാം വാർഡ് മെമ്പർ ഷിജില സതീഷ് എന്നിവർ പങ്കെടുത്തു. കമ്പി, സിമന്റ് തുടങ്ങിയ ബിൽഡിംഗ് മെറ്റീരിയൽസുകളുടെ വിപുല ശേഖരവുമായി ലോജിക് ട്രേഡേഴ്സിന്റെ പുതിയ സംരംഭം ആരംഭിക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. കുന്നംകുളം പിസാറ്റ് കോളേജിൽ 2024 ഫ്രഷേഴ്സ് ഡേ ആഘോഷിച്ചു. മാനേജിംഗ് ഡയറക്ടർ സുനിൽ PK ഉദ്ഘാടനം നിർവഹിച്ചു. തുടർന്ന് സീനിയർ വിദ്യാർത്ഥികളുടെയും പുതുതായി അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളുടെയും വിവിധ പരിപാടികൾ അരങ്ങേറി. പരിപാടികൾക്ക് അധ്യാപിക ശ്രുതി നേതൃത്വം നൽകി. പ്രിൻസിപ്പൽ ലീന സുനിൽ, HOD മൃദുല എന്നിവർ സംസാരിച്ചു. നവാഗതരെ ബലൂണും റിബണും നൽകിയാണ് സ്വീകരിച്ചത്. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 6660 രൂപ, സ്വർണം പവന് 53,280 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 89 രൂപ. സെപ്റ്റംബർ 8 ഞായറാഴ്ച തിരുവോണം തിരക്കുകൾ പ്രമാണിച്ച് സ്ഥാപനം തുറന്നു പ്രവർത്തിക്കുന്നതാണെന്ന് സ്ഥാപന ഉടമ അറിയിച്ചു. ചർമ്മം കാണിപ്പേർ കൊള്ളന്നൂർ വിൽസൺ ഭാര്യ ബീന നിര്യാതയായി 55 വയസ്സായിരുന്നു. സംസ്കാരം ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിൽ നടന്നു. റിനു എന്നിവർ മക്കളാണ്. ഒറ്റപ്പിലാവ് മുട്ടിപ്പാലം താമസിക്കുന്ന നീലാമാക്കൽ പ്രഭാകരൻ നിര്യാതനായി. 81 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച രാവിലെ 10 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. KSRTC ടിക്കറ്റ് ചെക്കിംഗ് ഇൻസ്പെക്ടറായിരുന്നു പരേതൻ. വിമൽ കുമാർ, വിനോദ് കുമാർ, ഷീല എന്നിവർ മക്കളാണ്. പരേതയായ അംബുജമാണ് ഭാര്യ. പാറന്നൂർ ഒലക്കെങ്കിൽ ലോനപ്പൻ ഭാര്യ മേരി നിര്യാതയായി. 75 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് പാറന്നൂർ സെന്റ് ജോസഫ് പള്ളി സെമിത്തേരിയിൽ നടക്കും. ഷാജു, ജിജു, പരേതനായ രാജു, ഷിജു എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്ത. ഗുണ്ടാ മാഫിയ ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വിവിധയിടങ്ങളിൽ പ്രകടനങ്ങളും യോഗങ്ങളും സംഘടിപ്പിച്ചു. കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. വിവിധ ദേവാലയങ്ങളിൽ വിശുദ്ധ ദൈവമാതാവിന്റെ ജനനപ്പെരുന്നാൾ ആഘോഷങ്ങൾക്ക് തുടക്കം. ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രലിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സന്ദർശനം നടത്തി. AD 52 വിശുദ്ധ തോമസ് ലഹിയാൽ സ്ഥാപിതമായ ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിലേക്ക് വിശുദ്ധ ദൈവമാതാവിന്റെ ജനനപ്പെരുന്നാളിന്റെ ഭാഗമായിട്ടാണ് കേന്ദ്രമന്ത്രി എത്തിയത്. ഗുരുവായൂരിൽ റെക്കോർഡ് വിവാഹങ്ങൾ ഞായറാഴ്ച. ദേവസ്വം നേതൃത്വത്തിൽ വിപുലമായ ഒരുക്കങ്ങൾ. ഗതാഗത സംവിധാനത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാനായി NK അക്ബർ MLAയുടെ അധ്യക്ഷതയിൽ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നു.
നാട് ഓണാഘോഷങ്ങളുടെ ആരവങ്ങളിലേക്ക്. വിവിധയിടങ്ങളിൽ ഓണവിപണികളുടെ ഉദ്ഘാടനവും പുഷ്പ പച്ചക്കറി കൃഷികളുടെ വിളവെടുപ്പും നടന്നു. വിനായക ചതുർത്ഥി ദിനമായ ചിത്തിരനാളിൽ ഗുരുവായൂർ ക്ഷേത്രനടയിൽ ഒരുക്കിയ താമരയിലിരിക്കുന്ന ഗണപതിയുടെ പൂക്കളം ശ്രദ്ധേയം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. CCTV നിങ്ങൾക്ക് സാമൂഹ്യ മാധ്യമങ്ങളുടെ പിന്തുടരാം. പ്രതിദിന വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ ലഭ്യമാണ്. ഏറ്റവും പുതിയ പ്രാദേശിക വാർത്തകൾക്ക് സന്ദർശിക്കുക www.cctvonline.tv.